ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 65 ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പാകത്തിന് വേണ്ട ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/2 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂറിന് ശേഷം നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 3 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അപ്പോൾ തന്നെ ഇത് പൊരിച്ചെടുക്കാവുന്നതാണ്. ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 3 സവാള ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാള നന്നായി വഴന്നു വരുമ്പോഴേക്കും അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 6 പച്ചമുളക് ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. 3 തക്കാളിയാണ് ഞാൻ ഇതിനു വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ തന്നെ ഇതിവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പൊടികളും കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ തന്നെ ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കൻ ഇവിടെ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനിൽ പകുതി മാത്രമേ നമ്മൾ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി പകുതി ചോറിൻ്റെ മുകളിലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പകുതി ചിക്കൻ മസാലയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ചിക്കൻ ഫ്രൈ ചെയ്ത ആ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ ചിക്കനും കൂടി നമ്മൾ ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബിരിയാണിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ 65 ബിരിയാണി നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.